നമസ്കാരം. യുക്രൈനിൽ ആക്രമണം തുടർന്ന് റഷ്യ. ഞായറാഴ്ച രാവിലെ വടക്കൻ യുക്രൈൻ്റെ ഹൃദയഭാഗമായ സുമി നഗരത്തിൽ റഷ്യ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 21 പേർ കൊല്ലപ്പെടുകയും 83 പേർക്ക് പരിക്കേറ്റതായി യുക്രൈൻ ആഭ്യന്തരമന്ത്രി ഇഹോർ ക്ലൈമെൻകോ പറഞ്ഞു. ഈ വർഷം യുക്രൈനെതിരെ നടന്ന ഏറ്റവും ശക്തമായ ആക്രമണമാണിതെന്നും അന്താരാഷ്ട്ര ഇടപെടൽ ആവശ്യമാണെന്നും പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി പറഞ്ഞു. സാധാരണക്കാരുടെ ജീവൻ അപഹരിക്കാനും ഇത്തരത്തിൽ പെരുമാറാനും നീചന്മാർക്ക് മാത്രമേ കഴിയൂവെന്ന ഒരു വീഡിയോ പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. മൃതദേഹങ്ങൾ, ഒരു തകർന്ന ബസ്, ഒരു നഗരത്തെരുവിൻ്റെ നടുവിൽ കത്തിനശിച്ച കാറുകൾ എന്നിവയാണ് വീഡിയോയുടെ ഉള്ളടക്കത്തിലുള്ളത്. റഷ്യ യുദ്ധം ആസ്വദിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കൊല്ലപ്പെട്ടവർ വാഹനങ്ങളിലും കെട്ടിടങ്ങൾക്കുള്ളിലും പൊതുഗതാഗത യാത്രാ സംവിധാനങ്ങളിലുമുള്ളവരായിരുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി ക്ലൈമെൻകോ പറഞ്ഞു. ഇന്നത്തെ പെരുന്നാൾ ദിനത്തിൽ സാധാരണക്കാരെ മനഃപൂർവ്വം ഇല്ലാതാക്കിയെന്നും അദ്ദേഹം പ്രതികരിച്ചു. 2022 ഫെബ്രുവരിയിൽ യുക്രൈനിൽ റഷ്യൻ ആക്രമണം ആരംഭിച്ചതിനു ശേഷം നിലവിൽ രാജ്യത്തിന്റെ കിഴക്കും തെക്കുമുള്ള പ്രദേശത്തിന്റെ ഏകദേശം 20% ഭാഗം റഷ്യയുടെ കൈവശമാണ്. മിസൈൽ, ഡ്രോൺ എന്നിവയുടെ കാര്യത്തിൽ റഷ്യയ്ക്ക് അത്ര കണ്ട് പുരോഗതി കൈവരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും യുദ്ധത്തിലെ റഷ്യൻ ആധിപത്യം തുടരുകയാണ്. കഴിഞ്ഞ ദിവസത്തിനിടെ റഷ്യയുടെ ഊർജ്ജ സംവിധാനങ്ങൾക്ക് നേരെ യുക്രൈൻ 5 ആക്രമണങ്ങൾ നടത്തിയതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം ശനിയാഴ്ച ആരോപിച്ചിരുന്നു. അതേസമയം കീവിലെ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ സംഭരണശാലയിലാക്കി റഷ്യ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് യുക്രൈനും വ്യക്തമാക്കിയിരുന്നു. റഷ്യ മനഃപൂർവ്വം ഇന്ത്യൻ കമ്പനികളെ ലക്ഷ്യം വെക്കുകയാണെന്നും യുക്രൈൻ എംബസി ആരോപിച്ചു. പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ കുസുമിന്റെ വെയർഹൌസിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ കുസുമിന്റെ യുക്രൈനിലെ വെയർഹൌസിൽ ഒരു റഷ്യൻ മിസൈൽ പതിച്ചു. ഇന്ത്യയുമായി പ്രത്യേക സൗഹൃദം അവകാശപ്പെടുമ്പോൾ തന്നെ മനഃപൂർവ്വം ഇന്ത്യൻ ബിസിനസ്സുകളെ ലക്ഷ്യമിടുകയാണെന്ന് യുക്രൈൻ കുറ്റപ്പെടുത്തി. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടിയുള്ള മരുന്നുകളാണ് നശിപ്പിച്ചതെന്ന് ഇന്ത്യയിൽ യുക്രൈൻ എംബസി എക്സിൽ കുറിച്ചു. റഷ്യൻ ആക്രമണത്തിൽ ഇന്ത്യയിലെ പ്രധാന കമ്പനിയുടെ വെയർഹൌസ് തകർത്തുവെന്ന് യുക്രൈനിലെ UK അംബാസിഡർ മാർട്ടിൻ ഹാരിസും പറഞ്ഞു. റഷ്യൻ ഡ്രോണുകളാണ് ആക്രമണം നടത്തിയതെന്നും മിസൈൽ അല്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ദിവസം റഷ്യയുടെ ഊർജ്ജ സ്ഥാപനങ്ങൾക്ക് നേരെ യുക്രൈൻ 5 ആക്രമണങ്ങൾ നടത്തിയതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം ആരോപിച്ചിരുന്നു. അതേസമയം ആക്രമണ വാർത്തയോട് റഷ്യയോ ഇന്ത്യയോ പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യൻ വ്യവസായി രാജീവ് ഗുപ്തയുടെ ഉടമസ്ഥതയിലുള്ള കുസും യുക്രൈനിലെ ഏറ്റവും വലിയ ഫാർമ സ്ഥാപനങ്ങളിലൊന്നാണ്. അതിനിടെ റഷ്യ യുക്രൈൻ യുദ്ധം ഇപ്പോഴും തുടരുമ്പോഴും പ്രശ്നത്തിന് പരിഹാരം കാണാനാകാത്ത നിലയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും. താൻ അമേരിക്കൻ പ്രസിഡന്റായാൽ അടിയന്തരമായി ഇടപെട്ട് യുദ്ധം അവസാനിപ്പിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം പാഴ്വാക്കായി മാറുകയാണ്. ഇക്കാര്യം ട്രംപിനെ ഏറെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. ട്രംപ് നേരത്തെ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ യുക്രൈൻ അംഗീകരിച്ചുവെങ്കിലും റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇപ്പോഴും ഇക്കാര്യത്തിൽ ഉരുണ്ട് കളിക്കുകയാണ്. തുടർന്ന് ട്രംപ് പുടിനെ കാണാൻ പ്രതിനിധിയെ അയച്ചുവെങ്കിലും കാണാൻ അദ്ദേഹം വിസമ്മതിക്കുകയായിരുന്നു. ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം പണ്ട് ജർമ്മനി ചെയ്തതുപോലെ രണ്ടായി പിളർന്ന ഒരു ഭാഗം റഷ്യയെ ഏൽപ്പിക്കുക എന്നതാണ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ജർമ്മനി 2ആയി വിഭജിച്ചത്. എന്നാൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം പടിഞ്ഞാറൻ ജർമ്മനിയും കിഴക്കൻ ജർമ്മനിയും ഒന്നാകുകയായിരുന്നു. അമേരിക്കയുടെ യുക്രൈൻ കാര്യങ്ങൾക്കായുള്ള പ്രതിനിധി ജനറൽ കീത്ത് കെലോഗാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. യുക്രൈന്റെ കിഴക്കൻ മേഖല റഷ്യയുടെ കീഴിൽ കൊണ്ടുവരാനാണ് അമേരിക്കയുടെ പദ്ധതി. തുടർന്ന് യുക്രൈനിയൻ സൈന്യം അവർക്കിടയിൽ 18 മൈൽ വീതിയുള്ള ഒരു സൈനിക മുക്ത മേഖല കൈവശം വെക്കും. 1945 ജർമ്മനിയിൽ അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതുപോലെ യുക്രൈനിൽ അമേരിക്കൻ സൈനികർ കാണില്ല എന്നും കീത്ത് കെലോഗ് വ്യക്തമാക്കി. യുക്രൈനെ വടക്ക് നിന്ന് തെക്ക് വരെ പകുതിയായി വിഭജിക്കുകയും അതിർത്തി രേഖയായി ഡിനിപ്രോ നദിയെ അംഗീകരിക്കുകയും ചെയ്യാനാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം. അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി കൂടിക്കാഴ്ച നടത്താൻ തയ്യാറായിരുന്നുവെങ്കിലും അനുമതി നൽകാതിരിക്കുകയായിരുന്നു. യുക്രൈനുമായി വെടിനിർത്തലിന് റഷ്യ തയ്യാറല്ല എന്നതിന്റെ സൂചനയായിട്ടാണ് പുടിന്റെ ഈ തീരുമാനത്തെ കാണേണ്ടുന്നത്.